ഇനി നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു ലെയർ ആണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരെയാ ഓർമ്മ വരിക? ഓസോണിനെ ഓർമ്മ വരും അല്ലേ? സീ ലെവലിൽ നിന്നും ഏകദേശം ഒരു 100 കിലോമീറ്റേഴ്സ് വരെ ഉള്ള ഏരിയനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടുള്ളത് ഔട്ടർ സ്പേസ് പോലെ, കൃത്യകണക്കല്ല, നമ്മൾ ഏകദേശം ഈ സൂര്യനിൽ നിന്ന് വരുന്ന UV റേഡിയേഷൻസിനെ നേരിട്ട് ഭൂമിയിലേക്ക് എത്തുന്നത് തടയും, എന്നിട്ട് വിസിബിൾ റേഡിയേഷൻസിനെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ചെയ്യും. എന്നാൽ ഈ ഹാർംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷൻസിന് അവരൊരു തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും. അതാണ് അറ്റ്മോസ്ഫിയറിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. ലൈഫ് സസ്റ്റെയിനിങ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് അറ്റ്മോസ്ഫിയർ ചെയ്യുന്ന ഫസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഈ പറയുന്ന കാര്യം കേട്ടോ. ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന പോർഷൻ നമ്മുടെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയുടെ പോർഷൻസ് ആണ്. അത്യാവശ്യം ഈസിയർ ആയിട്ടുള്ള, നമ്മുടെ സിലബസിൽ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റിയ വലിയ കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്ത കുറച്ച് പോയിന്റ്സുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് നമ്മുടെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയുടെ അകത്ത് നമുക്ക് കുറച്ച് പൊല്യൂഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമുക്ക് കോമ്പോസിഷൻ, പിന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ്, പിന്നെ നമ്മുടെ ആസിഡ് റെയിൻ, ഫോട്ടോകെമിക്കൽ സ്മോഗ്, നമ്മുടെ ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, അങ്ങനെയുള്ള കുറച്ച് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താണ് കെമിസ്ട്രി ഓഫ് അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടുള്ള സയൻസ് എന്താണ്? ഓക്കെ, അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ്, അതിൻ്റെ പെക്യൂലിയാരിറ്റീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം. The thick blanket of air which envelops our planet and helps sustain life is called the atmosphere. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ തിക്ക് ബ്ലാങ്കറ്റ് ഓഫ് എയർ. എയറിൻ്റെ ഒരു തിക്കായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ആണ്. എർത്തിന് ചുറ്റും, എർത്തിനെ സറൗണ്ട് ചെയ്ത് എർത്തിനൊരു പ്രൊട്ടക്ഷൻ കവർ പോലെ തീർത്തിട്ടുള്ള ഒരു ഒരു ബ്ലാങ്കറ്റ് ഓഫ് എർത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, atmosphere behaves as a protecting shield for all the life on earth, making it unique in the solar system. അപ്പം നമ്മുടെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ എർത്തിലുള്ള ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമുക്കറിയാം നമ്മുടെ സൂര്യനിൽ നിന്നും പല തരത്തിലുള്ള ഹാംഫുൾ റേഡിയേഷൻസും ഒക്കെ നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് നേരിട്ട് ഈ പറയുന്ന ഹാംഫുൾ ആയിട്ടുള്ള എല്ലാ റേഡിയേഷൻസും നമുക്ക് നമ്മളിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല. പല പ്രക്രിയകൾ വഴി ഈ പറയുന്ന പല ഹാംഫുൾ റേഡിയേഷൻസും ഭൂമിയിലേക്ക് എത്തുന്നത് തടയുന്നുണ്ട് അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഹാംഫുൾ റേഡിയേഷൻസിനെയൊക്കെ തടഞ്ഞ് നമ്മുടെ എർത്തിലുള്ള ലൈഫിന് ഒരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ് ആർ കോൾഡ് എയർ. നമ്മുടെ റെസ്പിറേഷന് വേണ്ടിയിട്ടും അതേപോലെ ഫോട്ടോസിന്തസിസ് പേർപ്പസസിനും വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിനെയൊക്കെയാണ് പൊതുവേ നമ്മൾ എയർ എന്ന് പറയാം. The increase in altitude will decrease the density of the atmosphere. നമ്മൾ ഹൈറ്റിൽ മുകളിലേക്ക് പോകുന്നതോറും ഓൾട്ടിറ്റ്യൂഡ് കൂടി വരുന്നതിനനുസരിച്ചിട്ട് അറ്റ്മോസ്ഫിയറിൽ ഉള്ള അല്ലെങ്കിൽ എയറിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഗ്രാജുവലി ഡെൻസിറ്റി ഓഫ് ദി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എയർ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുക. മാക്സിമം അറ്റ്മോസ്ഫിയർ ഈസ് ലൊക്കേറ്റഡ് ക്ലോസ് ടു ദി സർഫസ് വിത്തിൻ 16 kilometers, though the atmosphere extends to an outer space and there is no distinct border between them. But an imaginary line called Kármán line is approximately at a height of 100 kilometers is called as the boundary of Earth atmosphere. നമുക്കറിയാം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലെയർ അല്ല. നമ്മൾ അതിനെ ഫർദർ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയേക്കാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഇപ്പം ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് ഒരു ബൗണ്ടറി, അത് കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ, അത് കഴിഞ്ഞൊരു ബൗണ്ടറി, ദെൻ മീസോസ്ഫിയർ, അങ്ങനെ കൃത്യമായിട്ടൊരു ബൗണ്ടറി തിരിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇത്ര കിലോമീറ്റേഴ്സ് വരെ ട്രോപ്പോസ്ഫിയർ, ഇത്ര കിലോമീറ്റേഴ്സ് വരെ സ്ട്രാറ്റോസ്ഫിയർ, ഇത്ര കിലോമീറ്റേഴ്സ് വരെ മീസോസ്ഫിയർ, അങ്ങനെയാണ് നമ്മൾ ഇവരെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറീസ് ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ ഏകദേശം പറയുന്നത് നമ്മുടെ സീ ലെവലിൽ നിന്നും
സീ ലെവലിൽ നിന്നും ഏകദേശം ഒരു 100 കിലോമീറ്റേഴ്സ് വരെ ഉള്ള ഏരിയനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടുള്ളത് ഔട്ടർ സ്പേസ് പോലെ, കൃത്യ കണക്കല്ല, നമ്മൾ ഏകദേശം. അപ്പം ഈ പറയുന്ന 100 കിലോമീറ്റേഴ്സ് കഴിയുമ്പം നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിനെയും ഔട്ടർ സ്പേസിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ഇമാജിനറി ലൈനിനെയാണ് കാമൻ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. അത് ഏകദേശം 100 കിലോമീറ്റേഴ്സ് ഫ്രം സീ ലെവൽ ആണ്. ആൻഡ് ആ ഒരു ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ എർത്ത് അറ്റ്മോസ്ഫിയറിന്റെ ബൗണ്ടറി ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്, ഓക്കെ, കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിന്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ദ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട് the life on earth by serving the following functions. അപ്പോൾ നമുക്കറിയാം ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെ എക്സിസ്റ്റൻസിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് അറ്റ്മോസ്ഫിയറിനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂര്യനിൽ നിന്നും പലതരത്തിലുള്ള ഹാംഫുൾ റേഡിയേഷൻസ് ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നേരിട്ട് ഭൂമിയിലേക്ക് എത്തുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നതിൽ ഈ അറ്റ്മോസ്ഫിയറിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെയാണ് ഈ അറ്റ്മോസ്ഫിയർ പ്രധാനമായിട്ടും നമ്മുടെ ഭൂമിയിലെ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് അറ്റ്മോസ്ഫിയർ നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ജോലികൾ, ഫങ്ഷൻസ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്ന്, അബ്സോർബ്സ് ദി എനർജറ്റിക് UV റേഡിയേഷൻസ് വൈൽ allow the passing of important visible radiations. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന UV റേഡിയേഷൻസ് എന്ന് പറയുന്നത് ഹാംഫുൾ റേഡിയേഷൻസ് ആണ്. ഈവൻ നമ്മൾ നേരിട്ട് സ്കിന്നിലേക്കൊക്കെ പതിച്ചു കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് സൂര്യനിൽ നിന്നും ഡയറക്ട്ലി വരുന്ന UV റേഡിയേഷൻസ്. അപ്പം ഇവരെന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയർ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഈ സൂര്യനിൽ നിന്ന് വരുന്ന UV റേഡിയേഷൻസിനെ നേരിട്ട് ഭൂമിയിലേക്ക് എത്തുന്നത് തടയും. എന്നിട്ട് വിസിബിൾ റേഡിയേഷൻസിനെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ചെയ്യും. എന്നാൽ ഈ ഹാംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷൻസിന് അവരൊരു തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും. അതാണ് അറ്റ്മോസ്ഫിയറിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. ലൈഫ് സസ്റ്റെയിനിങ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് അറ്റ്മോസ്ഫിയർ ചെയ്യുന്ന ഫസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഈ പറയുന്ന കാര്യം കേട്ടോ. ഇറ്റ് അബ്സോർബ്സ് ദ എനർജറ്റിക് UV റേഡിയേഷൻസ് വെൽ അലൗസ് ദ പാസിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് വിസിബിൾ റേഡിയേഷൻസ്. ഓക്കെ, it keeps the earth atmosphere warm through heat retention, making possible a comfortable mean temperature of plus or minus 15 degrees Celsius. അപ്പോൾ എന്താ പറയുന്നത്, രണ്ടാമത്തെ ഒരു അറ്റ്മോസ്ഫിയറിന്റെ പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറയുന്നത്, ഒന്ന്, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും ഒരു വാമായിട്ട്, അതായത് നമുക്ക് ലൈഫ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, മേക്കിംഗ് പോസിബിൾ എ കംഫോർട്ടബിൾ മീൻ ടെമ്പറേച്ചർ ഓഫ് പ്ലസ് ഓർ മൈനസ് 15 ഡിഗ്രീസ് സെൽഷ്യസ്. ഒരു ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എപ്പോഴും എർത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്തുന്നതിൽ അറ്റ്മോസ്ഫിയറിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. മൂന്ന്, it prevents the excessive heating of the surface of the earth at day and excess cooling at night, thereby reducing the temperature variations. അപ്പോൾ യൂഷ്വലി എർത്തിൽ ഡേ ടൈമിൽ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവാനും നൈറ്റ് ടൈമിൽ ഭയങ്കരമായിട്ട് കൂൾ ആവാനുമായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ അങ്ങനെയാണോ? അല്ല, നമുക്ക് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഒക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ച് ആണ് നമ്മുടെ എർത്തിലുള്ളത്, അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ഡേ ടൈമിൽ ഭയങ്കരമായിട്ട് എക്സസീവ് ആയിട്ടുള്ള ഒരു ഹീറ്റിംഗ് നടക്കാതെയും അതേപോലെ നൈറ്റ് ടൈമിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കൂളർ കണ്ടീഷനിലോട്ട് പോവാണ്ടും നമ്മുടെ എർത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് രണ്ട് കേസസിലും ഒരു ആവറേജ് അപ്രോക്സിമേറ്റ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിലും ആർക്കൊരു പ്രധാനപ്പെട്ട റോളുണ്ട്, അറ്റ്മോസ്ഫിയറിന് പ്രധാനപ്പെട്ട റോളുണ്ട്. ഓക്കെ, then it contains nitrogen, oxygen and carbon dioxide gases essential for plant growth and for respiration. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ വ്യത്യസ്ത തരത്തിലുള്ള ഗ്യാസസ് പ്രസന്റ് ആയിട്ടുണ്ട്, അല്ലേ? ആ കൂട്ടത്തിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ഈ മൂന്ന് വാതകങ്ങളെയാണ് ഇപ്പം നമ്മുടെ റെസ്പിറേഷൻ പ്രോസസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ കേസിൽ അവരുടെ ഫോട്ടോസിന്തസിസിനായിക്കോട്ടെ ഏറ്റവും അധികം അത്യാവശ്യം വരുന്ന മൂന്ന് വാതകങ്ങളാണ് ഈ കാർബൺ ഡയോക്സൈഡും ഓക്സിജനും നൈട്രജനും. It protects the surface of earth and all the life existing on the earth from small meteorites that help up in the atmosphere, that heat up in the atmosphere due to friction. അപ്പം നമ്മുടെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഈ പറയുന്ന ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഇഫക്ട്സ് ആയിക്കോട്ടെ, ഇതിൽ നിന്നെല്ലാം എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരു സംരക്ഷണ ഭിത്തി പോലെയാണ് നമ്മുടെ ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ ആക്ട് ചെയ്യുന്നത്. ആൻഡ് അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ടാണ് ഈ ലൈഫ് പ്രോപ്പറായിട്ട് എർത്തിൽ എക്സിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് സെർവ്സ് ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഇൻ ദി ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് ഓഫ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ. നമുക്കറിയാം ഇപ്പോൾ എർത്ത് ഇതേപോലെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്
ഏർത്തിൽ നടക്കുന്ന പല പ്രോസസ്സുകളുടെ ഫലമായിട്ടാണ് അല്ലേ. അതേപോലെ നമ്മുടെ ഈ ലൈഫ് ഇവിടെ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നതും നമ്മുടെ ഏർത്തിൽ നടക്കുന്ന പല സൈക്കിൾസിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ വാട്ടർ സൈക്കിൾ ഉണ്ട്, കാർബൺ സൈക്കിൾ ഉണ്ട്, നൈട്രജൻ സൈക്കിൾ ഉണ്ട്, ഫോസ്ഫറസ് സൈക്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പലതരത്തിലുള്ള ബയോജിയോളജിക്കൽ സൈക്കിൾസും പ്രോപ്പറായിട്ട് ക്യാരിഡ് ഔട്ട് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് മുന്നോട്ട് പ്രോപ്പറായിട്ട് ക്യാരിഡ് ഔട്ട് ചെയ്ത് പോകുന്നത് ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ്. അറ്റ്മോസ്ഫിയറിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന കാർബൺ സൈക്കിൾ ആയിക്കോട്ടെ, നൈട്രജൻ സൈക്കിൾ ആയിക്കോട്ടെ, ഫോസ്ഫറസ് സൈക്കിൾ ആയിക്കോട്ടെ, ഇതെല്ലാം പ്രോപ്പറായിട്ട് ഈ പറയുന്ന വ്യത്യസ്ത തരത്തിലുള്ള ബയോജിയോളജിക്കൽ സൈക്കിൾസ് എല്ലാം പ്രോപ്പറായിട്ട് സ്മൂത്ത് ആയിട്ട് ക്യാരിഡ് ഔട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, so it helps in the flow of energy and water vapors through dynamic process of airflow and it helps in radio communication. അപ്പം നമ്മുടെ എനർജി, ഈ ഏർത്തിലുള്ള എനർജിയുടെ സർക്കുലേഷൻ, വാട്ടർ വേപ്പറിന്റെ സർക്കുലേഷൻ, ഇതിനെല്ലാം അറ്റ്മോസ്ഫിയർ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ, ഏർത്തിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നതിലും ഇവർ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ്. പിന്നെ അതേപോലെ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് എയർക്രാഫ്റ്റുകളുടെ മൂവ്മെന്റ് അറ്റ്മോസ്ഫിയറിലൂടെ പോസിബിൾ ആകുന്നത്. പിന്നെ എയ്ഡ്സ് ഓഫ് ഡിസിപ്പേഷൻ, ഡിസ്പേർഷൻ ആൻഡ് ഡികമ്പോസിഷൻ ഓഫ് പൊല്യൂട്ടൻസിന്റെ ഒക്കെ ഡിസിപ്പേഷൻ, ഡിസ്പേർഷൻ ആൻഡ് ഡീകമ്പോസിഷനും, അതായത് ഈ പറയുന്ന പൊല്യൂട്ടൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നതും അറ്റ്മോസ്ഫിയറിലാണ്. അതേപോലെ തന്നെ അവിടെ നിന്നും അവരുടെ ഡിസോസിയേഷൻ സംഭവിക്കുന്നതും അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് കേട്ടോ. അതാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ ഡിസിപ്പേഷൻ ആയിക്കോട്ടെ, ഡിസ്പേർഷൻ ആയിക്കോട്ടെ, ഡികമ്പോസിഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ പ്രധാനപ്പെട്ട റോൾസ്. ലൈഫ് ഏർത്തിൽ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ അറ്റ്മോസ്ഫിയർ വഹിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷൻ, ടോട്ടൽ കോമ്പോസിഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 78% ഉള്ളത് നമ്മുടെ നൈട്രജൻ ആണ്. അത് കഴിഞ്ഞൊരു 20-21% സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് നമ്മുടെ ഓക്സിജൻ ആണ്. ബാക്കിയുള്ള പെർസെൻറ്റേജിലാണ് ബാക്കിയുള്ള എല്ലാ വാതകങ്ങളും ഒക്കുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ വാതകങ്ങളും ഒക്കുപ്പൈ ചെയ്യുന്ന ബാക്കി ഒരു റിമൈനിങ് പെർസെൻറ്റേജിലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലുള്ളത് നൈട്രജൻ ആണ്, ഏകദേശം 78%. then ഏകദേശം 21% ഓക്സിജൻ ആണ്. ആൻഡ് ബാക്കി എല്ലാ വാതകങ്ങളോട് ചേർത്തിട്ടാണ് ബാക്കി ഒരു പൊസിഷൻ, ബാക്കി ഒരു 1% 1 to 2% ഒക്കുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അതായത് നമുക്കിപ്പോൾ സ്ട്രാറ്റോസ്ഫിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു സ്ട്രാറ്റോസ്ഫിയർ ഈസ് ഇൻകറക്റ്റ്, അല്ലെങ്കിൽ വിച്ച് among the following statements related to troposphere is correct. ആ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചിലപ്പം ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എല്ലാ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് കമ്പൈൻഡ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് വിച്ച് among the following statement related to the layers of atmosphere is correct or incorrect എന്ന് പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിച്ചോണേ. ആദ്യം ട്രോപ്പോസ്ഫിയർ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഏറ്റവും താഴെയുള്ള ലെയർ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദി ലോവസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. സ്റ്റാർട്ടിംഗ് അറ്റ് ദി ഗ്രൗണ്ട് ലെവൽ ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ്വേർഡ് ടു 10 kilometers above ദി സീ ലെവൽ. അപ്പം എത്ര ദൂരമാണ് ഈ ട്രോപ്പോസ്ഫിയർ അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഏകദേശം നമ്മുടെ കടൽ നിരപ്പിന് സീ ലെവലിന്റെ 10 kilometers above വരെയുള്ള റീജിയൻസിനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. 10 kilometers above ദി സീ ലെവൽ. ഓക്കെ, നമ്മുടെ ഗ്രൗണ്ട് നിരപ്പിൽ നിന്നും 10 kilometers above സീ ലെവൽ വരെയുള്ള പൊസിഷനിങ്ങിനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. We humans live in the troposphere and nearly all the weather occurs in this lowest layer. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഹ്യൂമൻ ബീങ്സിന്റെ എക്സിസ്റ്റൻസ് അറ്റ്മോസ്ഫിയറിൽ ഏത് ലെയറിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അതേപോലെ തന്നെ വെതർ ചേഞ്ചസ് ഒക്കെ യൂഷ്വലി ഒബ്സർവ് ചെയ്യുന്നതും ഏത് ലെയറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിലാണ് കേട്ടോ. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലായിട്ടുള്ള നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ് മിക്കവാറും ഉള്ള വെതർ ചേഞ്ചസ് എല്ലാം ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ഇപ്പം വെതർ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ക്ലൗഡ് ഫോർമേഷൻ വരും, വിൻഡ് വരും, റെയിൻഫോൾ വരും, സ്നോഫോൾ വരും. ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത് എവിടെയാണ്? നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചേക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. Most clouds appears here mainly because 99% of the water vapor in atmosphere is found in the troposphere. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്, നമുക്ക് സ്പെസിഫിക്കലി ചോദിക്കും ക്ലൗഡ്സ് യൂഷ്വലി അറ്റ്മോസ്ഫിയറിന്റെ ഏത് ലെയറിലാണ് കണ്ടുവരുന്നത് എന്നുള്ളത് ചോദിക്കാം കേട്ടോ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലാണ് ക്ലൗഡ്സ് യൂഷ്വലി ഒബ്സർവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ടാണല്ലോ ക്ലൗഡ് ഫോർമേഷൻ നടക്കുക. അപ്പോൾ വാട്ടർ വേപ്പറിന്റെ 99% യൂഷ്വലി എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ്.
അപ്പം അതുകൊണ്ട് തന്നെ അത് കണ്ടൻസ് ചെയ്തിട്ട് ക്ലൗഡ് ഫോർമേഷനും യൂഷ്വലി കൂടുതൽ നടക്കുന്നത് എവിടെ തന്നെയാണ്? ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ് ക്ലൗഡ് ഫോർമേഷനും കൂടുതലായിട്ട് നടക്കുന്നത്. ഓക്കെ, air pressure drops and temperature gets cold as we climb higher in the troposphere. ഇനി ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ ഹൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എയർ പ്രഷർ ഡ്രോപ്പ് ചെയ്യും, അതിൻ്റെ ഭാഗമായിട്ട് ടെമ്പറേച്ചർ കുറച്ചും കൂടി ഒന്ന് കൂളർ ആവുകയും കുറച്ചുകൂടി ഒന്ന് തണുത്ത് വരികയും ചെയ്യും കേട്ടോ, ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ. ഓൾ വെദർ ഫിനോമിനൻ ലൈക്ക് ക്ലൗഡ് ഫോർമേഷൻ, വിൻഡ്, റെയിൻഫോൾ, സ്നോഫോൾ ടേക്സ് പ്ലേസ് ഇൻ ദിസ് ലെവൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ക്ലൗഡ് ഫോർമേഷൻ ആയിക്കോട്ടെ, സ്നോഫോൾ ആയിക്കോട്ടെ, നമ്മുടെ റെയിനിങ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ വിൻഡ്, ഇതെല്ലാം യൂഷ്വലി സംഭവിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഈ ട്രോപ്പോസ്ഫിയറിൽ വെച്ചിട്ടാണ് നടക്കുക. The troposphere ends when there is variation in temperature with height. This area, which is the top of the troposphere and bottom of the stratosphere, is known as the tropopause. അപ്പം ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും മുകൾ തട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതിനെയാണ് നമ്മൾ ട്രോപ്പോപോസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു റീജിയനെയാണ് നമ്മൾ ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും മുകൾ തട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതിനെയാണ് നമ്മൾ ട്രോപ്പോപോസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ ഹൈറ്റ് എവിടെ നിന്ന് എവിടെ വരെയാ? നമ്മുടെ സീ ലെവലിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റേഴ്സ് എബവ് വരെയുള്ള റീജിയനെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുക. ഓക്കെ, ഹ്യൂമൻ ലൈഫിൻ്റെ എക്സിസ്റ്റൻസ് മെയിൻലി നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വെതർ ചേഞ്ചസ് ഒക്കെ യൂഷ്വലി ഒബ്സർവ് ചെയ്യുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്. വെതർ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ നടക്കാം? ക്ലൗഡ് ഫോർമേഷൻ, വിൻഡ്, നമ്മുടെ റെയിൻഫോൾ, സ്നോഫോൾ, ഇതൊക്കെ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, ദെൻ ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തു പോകുമ്പോൾ ടെമ്പറേച്ചർ കുറച്ചും കൂടെ കൂളറായി മാറുകയാണ് ചെയ്യുന്നത്. ദെൻ ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും എൻഡ് പോർഷനെ നമ്മൾ ട്രോപ്പോപോസ് എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം വേണ്ടുന്ന പോയിന്റ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചിട്ട് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു ലെയർ ആണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരിക? ഓസോണിനെ ഓർമ്മ വരും അല്ലേ? നമ്മുടെ ഓസോൺ പ്രസന്റ് ആയിട്ടുള്ള ലെയർ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. അപ്പം സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് മിക്കവാറും കമ്പൽസറി ആയിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഓസോൺ പാളി യൂഷ്വലി സ്ട്രാറ്റോസ്ഫിയറിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ സ്ട്രാറ്റോസ്ഫിയർ ലെയറിന്റെ പൊസിഷനിങ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? നമ്മൾ പറഞ്ഞു 10 കിലോമീറ്റേഴ്സ് എബവ് ദി സീ ലെവൽ വരെയാണ് ട്രോപ്പോസ്ഫിയർ അല്ലേ? അപ്പോൾ 10 കിലോമീറ്റേഴ്സ് മുതൽ 50 കിലോമീറ്റേഴ്സ് വരെയുള്ള റീജിയനെയാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുക കേട്ടോ. 10 കിലോമീറ്റേഴ്സ് ടു 50 കിലോമീറ്റേഴ്സ് വരെയുള്ള റീജിയനെയാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓസോൺ ലെയർ ഈസ് ഫൗണ്ട് ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ. ദ ഓസോൺ മോളിക്യൂൾസ് ഇൻ ദിസ് ലെയർ അബ്സോർബ് ഹൈ എനർജി UV ലൈറ്റ് ഫ്രം സൺ, കൺവേർട്ടിംഗ് ദി UV എനർജി ടു ഹീറ്റ്, ആൻഡ് ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ്സ് സ്കിൻ ക്യാൻസർ ആൻഡ് ഡാമേജ് ടു വെജിറ്റേഷൻസ്. അപ്പം സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഓസോൺ ലെയറിൻ്റെ പ്രസൻസ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ പ്രസന്റ് ആയിട്ടുള്ള ഈ ഓസോൺ ലെയർ എന്തിനു സഹായിക്കും? സൂര്യനിൽ നിന്നും ഡയറക്ട്ലി ഭൂമിയിലേക്ക് പതിക്കാൻ വരുന്ന UV റേഡിയേഷൻസിനെ ഈ ഓസോൺ പാളി അങ്ങ് അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഓസോൺ പാളി അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റേഡിയേഷൻസ് നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നത് അവർ തടയും. ഓക്കെ, ഈ സൂര്യനിൽ നിന്ന് വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷൻസിനെ അവർ ഹീറ്റിന്റെ ഫോമിലോട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യുമ്പം നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കത്തില്ല. ഓക്കെ, അത് നേരിട്ട് ഇൻ കേസ് പതിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കിൻ ക്യാൻസേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. വെജിറ്റേഷൻസിനെ അത് കാര്യമായിട്ട് ബാധിച്ചേക്കാം. ഓക്കെ, സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഓസോൺ present in the stratosphere is considered to be very important. Okay, then unlike the troposphere, stratosphere actually gets warmer as we go higher. ഇനി നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ പറഞ്ഞു, നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റിൽ മുകളിലേക്ക് പോകുമ്പോഴത്തേന് അത് കൂളറായി വരികയാണ് അല്ലേ? കുറച്ചുകൂടെ ടെമ്പറേച്ചർ കുറഞ്ഞത് കൂളറായി വരികയാണ് ചെയ്യുക. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഹൈറ്റിൽ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കൂടി വരികയാണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് എന്താണ്? സ്ട്രാറ്റോസ്ഫിയർ ആക്ച്വലി ഗെറ്റ്സ് വാമർ ആസ് വി ഗോ അപ്വേർഡ്സ് ഓർ ഹയർ. നമ്മൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് അറ്റ്മോസ്ഫിയർ എന്തായിട്ട് വരികയാണ്? വാമറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ,
That trend of rising temperature with altitude means that air in the stratosphere lacks the turbulence and updraft of the troposphere beneath. അപ്പം എന്താണ് the trend of rising temperature with altitude means that air in the stratosphere lacks of turbulence. അപ്പോൾ യൂഷ്വലി ഇവിടെ ടർബുലൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, ടർബുലൻസിന്റെ അഭാവത കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ നിന്നും വിഭിന്നമായിട്ട് സ്ട്രാറ്റോസ്ഫിയറിൽ നമ്മൾ ഹൈറ്റ് കൂടി മുകളിലോട്ട് പോകുമ്പം ടെമ്പറേച്ചർ കൂടി അത് കുറച്ചും കൂടി ഒന്ന് വാമറായിട്ട് മാറാനുള്ള റീസൺ ഈ ടർബുലൻസിന്റെ അഭാവതയാണ് കേട്ടോ, അഭാവമാണ്. ദെൻ അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ് വെദർ ബലൂൺസ് ആൻഡ് ജെറ്റ് എയർക്രാഫ്റ്റ് ഫ്ലൈ ഇൻ ദിസ് റീജിയൻ ആസ് ദി എയർ പ്രസന്റ് ഇൻ ദിസ് ലെയർ ഈസ് വെരി തിൻ. ഇപ്പം സ്ട്രാറ്റോസ്ഫിയറിൽ യൂഷ്വലി എയർ എന്ന് പറയുന്നത് ഭയങ്കര തിന്നാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വെദർ ബലൂൺസ് അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് ജെറ്റ്സ് ഒക്കെ യൂഷ്വലി ഈ പറയുന്ന സ്ട്രാറ്റോസ്ഫിയറിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്, ചോദിക്കാറുണ്ട്. നമുക്ക് ഇതുപോലെ ചോദിക്കാം ഇപ്പൊ വെദർ ചേഞ്ചസ് ആർ യൂഷ്വലി ഒബ്സർവ്ഡ് ഇൻ വിച്ച് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ, എവിടെയാ വെദർ ചേഞ്ചസ്, ട്രോപ്പോസ്ഫിയറിലാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വെദർ ബലൂൺസ് ആൻഡ് നമ്മുടെ എന്താണ് എയർക്രാഫ്റ്റ് ജെറ്റ്സ് ആർ യൂഷ്വലി പ്രസന്റ് ഇൻ വിച്ച് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ, എവിടെയാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, സോ the layer which is top of the stratosphere and bottom of the mesosphere is known as the stratopause, and here the temperature becomes constant with altitude till it again starts increasing in the mesosphere. അടുത്തത് നമ്മൾ പറഞ്ഞായിരുന്നു ട്രോപ്പോസ്ഫിയറിന്റെ എൻഡ് പോർഷൻ ട്രോപ്പോപോസ് ആയിരുന്നു, അവിടെ നിന്നായിരുന്നു സ്ട്രാറ്റോസ്ഫിയർ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അതേപോലെ സ്ട്രാറ്റോസ്ഫിയറിന്റെ എൻഡ് പോർഷനെ ആണ് അല്ലെങ്കിൽ മീസോസ്ഫിയറിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോർഷനെയാണ് നമ്മൾ സ്ട്രാറ്റോപോസ് എന്ന് പറയുക കേട്ടോ, സ്ട്രാറ്റോപോസ് എന്ന് പറയുക. And here the temperature becomes constant with altitude till it again start increasing in the mesosphere. അപ്പം ഇവിടെ ടെമ്പറേച്ചർ യൂഷ്വലി സ്ട്രാറ്റോപോസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, നമ്മളെ ആൾട്ടിറ്റ്യൂഡിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാലും ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ റിമൈൻ ചെയ്യും. പക്ഷേ എന്നിട്ട് ഈ സ്ട്രാറ്റോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് കൂടി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും കേട്ടോ, അത് അതേ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യും. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സെക്കൻഡ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം 10 kilometers above the sea level to 50 kilometers. Then ozone layer present in the stratosphere, and it acts as a protective layer which prevent the harmful UV radiations coming from the sun by converting it into heat. Okay, then പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്, weather balloons and aircraft jets are usually observed in this layer of atmosphere. പിന്നെന്താ പറഞ്ഞത്, the end of the stratosphere is stratopause, and here the temperature remains almost constant with increase in altitude. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിൽ എങ്ങനെയാണ്, as the height increases the temperature also increases in the stratosphere due to the lack of turbulence. Okay, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രാറ്റോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ഏതാണ്, നമ്മുടെ മീസോസ്ഫിയർ ആണ്. അപ്പം മീസോസ്ഫിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കേ. മീസോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്, അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും മിഡിൽ ലെയർ ആണ് മീസോസ്ഫിയർ. ആൻഡ് മീസോസ്ഫിയർ എവിടെ നിന്ന് എവിടെ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്, ഏകദേശം ഒരു 50 കിലോമീറ്റർ വരെ ആയിരുന്നല്ലോ സ്ട്രാറ്റോസ്ഫിയർ. അപ്പം 50 കിലോമീറ്റർ മുതൽ ഒരു 85 കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, the coldest temperature in Earth atmosphere about -90 degrees Celsius are found near top of this layer. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂളസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ -90 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഏറ്റവും കൂളസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ യൂഷ്വലി ഒബ്സർവ് ചെയ്യുന്നത് ഈ പറയുന്ന മീസോസ്ഫിയറിലാണ് കേട്ടോ. ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ ഓൺ എർത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് മീസോസ്ഫിയറിൻ്റെ ഒരു പെർട്ടിക്കുലർ ലെയറിൽ വെച്ചിട്ടാണ്. The temperature of this layer also decreases with increase in altitude, and the temperature of the upper layer of the mesosphere is even less than -100 degrees Celsius. ഇനി മീസോസ്ഫിയറിൽ എന്താ പറ്റുക, ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദി അപ്പർ ലെയർ ഓഫ് മീസോസ്ഫിയർ ഈസ് ലെസ് ദാൻ -100 degrees Celsius, and at these low temperatures freezing of the water vapor will take place and the polar mesospheric clouds were formed. ഇനി ഇവിടെ ടെമ്പറേച്ചർ ഡിക്രീസസ് വെൻ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണ് മീസോസ്ഫിയറിലും. പിന്നെ മീസോസ്ഫിയറിൽ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഒന്ന് ഫ്രീസിങ് ഓഫ് വാട്ടർ വേപ്പർ ഫ്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ മീസോസ്ഫിയറിക് ക്ലൗഡ്സ്, യൂഷ്വലി ക്ലൗഡ് ഫോർമേഷൻ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഹയർ ടെമ്പറേച്ചറിന്റെ പ്രസൻസ് കാരണം നമ്മുടെ
മീസോസ്ഫിയറിക് ക്ലൗഡ് ഫോർമേഷൻസ് ഇവിടെ മീസോസ്ഫിയറിൽ നടക്കുന്നുണ്ട് ചെറിയ തോതിൽ. ഓക്കെ, അത്രയാണ് മീസോസ്ഫിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അടുത്തത് നമ്മുടെ തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിന്റെ മെയിൻ പോയിന്റ്സ് നോക്കിക്കേ. The layer of very rare air above the mesosphere is called the thermosphere. നമ്മുടെ മീസോസ്ഫിയറിന്റെ മുകളിൽ വരുന്ന തൊട്ടടുത്ത ലെയർ ആണ് ഏത്? നമ്മുടെ തെർമോസ്ഫിയർ. High energy X-rays and UV radiations from the sun are absorbed in the thermosphere, raising its temperature to hundreds or at thousands of degrees Celsius. അപ്പോൾ മീസോസ്ഫിയറിന്റെ തൊട്ട് മുകളിൽ വരുന്ന ലെയർ ആണ് തെർമോസ്ഫിയർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം സൂര്യനിൽ നിന്നുള്ള ഹൈ എനർജി ഉള്ള എക്സ്റേസും അതേപോലെ തന്നെ യു വി റേഡിയേഷൻസും ഒക്കെ ഡയറക്ട്ലി അബ്സോർബ് ചെയ്യുന്ന ലെയർ ആണ് ഈ പറയുന്ന തെർമോസ്ഫിയർ. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് തെർമോസ്ഫിയറിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മറ്റ് ലെയേഴ്സിനെക്കാട്ടിൽ ഏകദേശം തൗസൻഡ്സ് അല്ലെ ഹൺഡ്രഡ്സ് ടു തൗസൻഡ്സ് ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കും തെർമോസ്ഫിയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെമ്പറേച്ചർ. ഓക്കെ, ആൻഡ് എയർ ഇൻ ദിസ് ലെയർ ഈസ് സോ തിൻ ദാറ്റ് ഇറ്റ് വുഡ് ഫീൽ ഫ്രീസിങ് കോൾഡ് ടു അസ്. അപ്പോൾ ഇവിടുത്തെ എയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയറിലെ എയർ എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിട്ടുള്ള എയർ ആയിരിക്കും. ദെൻ ദ തെർമോസ്ഫിയർ ഈസ് മോർ ലൈക്ക് ദ ഔട്ടർ സ്പേസ് ദാൻ എ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ ആൻഡ് മെനി സാറ്റലൈറ്റ്സ് ആക്ച്വലി ഓർബിറ്റ് എർത്ത് വിത്തിൻ ദി തെർമോസ്ഫിയർ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തെർമോസ്ഫിയർ ആക്ച്വലി നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിന്റെ 4ാമത്തെ പാർട്ടാണ് തെർമോസ്ഫിയർ എന്ന്. പക്ഷെ എങ്കിൽ പോലും ഔട്ടർ സ്ഫിയറുമായിട്ട് കുറച്ചും കൂടെ ഒരു കണക്ഷൻ ഉള്ള അല്ലെങ്കിൽ ഒരു ഔട്ടർ സ്ഫിയറിനെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ലെയർ കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അങ്ങനെ പറയാനൊരു റീസൺ എന്ന് പറഞ്ഞാൽ കുറേ സാറ്റലൈറ്റുകളൊക്കെ നമ്മുടെ ഈ തെർമോസ്ഫിയറിലും എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന കുറേ സാറ്റലൈറ്റ്സ് ഒക്കെ നമ്മുടെ ഈ തെർമോസ്ഫിയറിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ റീസൺ കൊണ്ടിട്ടാണ് ഔട്ടർ സ്പേസുമായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉള്ള ഒരു ലെയർ ആണ്. അറ്റ്മോസ്ഫിയറിന്റെ ഭാഗമാണെങ്കിൽ പോലും ഔട്ടർ സ്പേസുമായിട്ട് കുറച്ചുകൂടെ സിമിലാരിറ്റി ഉള്ള ഒരു ലെയർ ആണ് തെർമോസ്ഫിയർ എന്ന് പറയാനായിട്ടുള്ള റീസൺ. ഓക്കെ, the top of the thermosphere can be found anywhere between 500 to 1000 kilometers above the ground, and the temperature of the upper thermosphere can range from 500 to 2000 ഡിഗ്രി സെൽഷ്യസ് ഓർ ഹയർ. എന്താ പറഞ്ഞിട്ടുള്ളത്? തെർമോസ്ഫിയറിന്റെ ഹയർ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഏകദേശം 500 മുതൽ 1000 കിലോമീറ്റേഴ്സ് എബവ് ആണ് തെർമോസ്ഫിയറിന്റെ പൊസിഷൻ വരുന്നത്. ആൻഡ് ടെമ്പറേച്ചർ ഹയസ്റ്റ് ടെമ്പറേച്ചറും ഏകദേശം 1000 to 2000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആയിരിക്കും യൂഷ്വലി തെർമോസ്ഫിയറിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, സോ ഇൻ ദിസ് ലെയർ ദ ഡിസോസിയേഷൻ ഓഫ് ദി മോളിക്യൂൾസ് ഇൻ ടു ആറ്റംസ്, അയോൺസ് ആൻഡ് ഫ്രീ electrons is done at very high energy radiation. The ionization process increases with increase in sun's activity. The ions created an electrical layer known as ionosphere, which can reflect the radio waves back to the earth, making radio communication possible. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു ഓൾറെഡി തെർമോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ സൂര്യനുമായിട്ട് അടുത്ത് വരുവാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് ഇപ്പം മോളിക്യൂൾസിന്റെ ഡികമ്പോസിഷൻ ആയിക്കോട്ടെ, ആറ്റംസിന്റെ ഡികമ്പോസിഷൻ ആയിക്കോട്ടെ, അയോൺസിന്റെ എന്താണ് ഡിവിഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുക. കാരണം എന്താ? ഹൈ എനർജി സോളാർ റേഡിയേഷൻസ് അവിടെ പെട്ടെന്ന് വന്ന് പതിക്കുന്നുണ്ട്. സൂര്യൻ്റെ അടുത്തല്ലേ, അപ്പം ഹൈ എനർജി സോളാർ റേഡിയേഷൻസ് നല്ലപോലെ അവൈലബിൾ ആവുന്നുണ്ട്. അപ്പം മോളിക്യൂൾസ് ഡികമ്പോസ് ചെയ്ത് ആറ്റംസ് ആവുന്നുണ്ട്, ആറ്റംസ് ഈസി ആയിട്ട് ഡികമ്പോസ് ചെയ്ത് അയോൺസ് ആവുന്നുണ്ട് അല്ലേ. അങ്ങനെ ലാർജ് നമ്പർ ഓഫ് അയോൺസ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അയോൺസ് എന്ത് ചെയ്യുന്നു? ഈ തെർമോസ്ഫിയറിന്റെ ചുറ്റും ഒരു അയോണിക് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു അയോണിക് ലെയർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ലെയർ ആയിരിക്കുമല്ലോ അയോണിക് ലെയർ. ഇവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇവര് ഭൂമിയിലേക്ക് മീൻസ് നമ്മുടെ സൂര്യനിൽ നിന്നും വന്ന് പതിക്കുന്ന റേഡിയോ വേവ്സിനെ എർത്തിലേക്ക് കടത്തിവിടും. ഓക്കെ, എർത്തിലേക്ക് അങ്ങ് കടത്തിവിടും. അതിൻ്റെ ഭാഗമായിട്ട് എർത്തിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആവുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ അടുത്താണ്. സോ സൂര്യൻ്റെ ഹൈ എനർജി റേഡിയേഷൻസ് നല്ലപോലെ തെർമോസ്ഫിയറിൽ ലഭിക്കുന്നുണ്ട്. അപ്പം ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള ആറ്റംസിനും മോളിക്യൂൾസിനും ഒക്കെ പെട്ടെന്ന് തന്നെ ഡികമ്പോസിഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ഫോം ചെയ്യും. ഈ അയോൺസ് എന്ത് ചെയ്യും? നമ്മുടെ ഈ തെർമോസ്ഫിയറിന് ചുറ്റും ഒരു ഇലക്ട്രിക്കൽ ലെയർ, ചാർജ്ഡ് ലെയർ ഫോം ചെയ്യും. അതിനെയാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അയണോസ്ഫിയർ എന്ത് ചെയ്യും? വന്ന് പതിക്കുന്ന റേഡിയോ വേവ്സിനെ നേരിട്ട് ഭൂമിയിലേക്ക് കടത്തിവിടും. അങ്ങനെയാണ് ഭൂമിയിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആവുന്നത്. മനസ്സിലായോ? അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ തെർമോസ്ഫിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി ഇനി എക്സോസ്ഫിയർ ആണ്. ഇറ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ. എർത്ത് അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും വെളിയിലുള്ള ഔട്ടർമോസ്റ്റ് ലെയറിനെയാണ് എക്സോസ്ഫിയർ എന്ന് വിളിക്കുക. It is charged from the top of the thermosphere and extends to a height of 10,000 kilometers into the space. അപ്പം ഏകദേശം നമ്മുടെ തെർമോസ്ഫിയറിന്റെ മുകളിൽ നിന്നും 10,000 കിലോമീറ്റേഴ്സ് എബവ് വരെയുള്ള റീജിയനെയാണ്
അതായത് ഔട്ടർ സ്പേസിലോട്ടുള്ള ആ ഒരു റീജിയനെയാണ് നമ്മൾ എക്സോസ്ഫിയർ എന്ന് പറയുക. ദ അറ്റ്മോസ്ഫിയർ മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം വിച്ച് ആർ എസ്കേപ്പ് ഇൻ ടു ദി സ്പേസ്. സോ ദ എയർ ഈസ് സോ തിൻ ഹിയർ ആൻഡ് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് എ വാക്വം. അപ്പോൾ ഇവിടെ ആകെപ്പാട് ഈ പറയുന്ന എന്താണ് എക്സോസ്ഫിയറിൽ പ്രസന്റ് ആയിട്ടുള്ള വാതകങ്ങൾ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഹീലിയം ആണ്. അത് ഭൂരിഭാഗം സ്പേസിലേക്ക് അങ്ങ് എസ്കേപ്പ് ആയി പോവും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസസ് നമുക്ക് പറയാൻ പറ്റും അത്യാവശ്യം ഒരു വാക്വം കണ്ടീഷന് സിമിലർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലെങ്കിൽ ലെയർ ആണ് കണ്ടീഷനാണ് എവിടെയുള്ളതെന്ന് പറയാം, എക്സോസ്ഫിയറിൽ ഉള്ളതെന്ന് പറയാം. ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദി എക്സോസ്ഫിയർ ഈസ് വെരി ഹൈ ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ആർ ഡയറക്ട്ലി ഹീറ്റഡ് ഫ്രം സോളാർ റേഡിയേഷൻ. അല്ലെ, സൂര്യൻ്റെ തൊട്ടടുത്താണ്. അപ്പം സോളാർ റേഡിയേഷൻസ് നേരിട്ട് പതിക്കുന്ന അറ്റ്മോസ്ഫിയറിന്റെ റീജിയൻ കൂടിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹോട്ടായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിന്റെ റീജിയൻ കൂടിയാണ് ഏത്, എക്സോസ്ഫിയർ. ഓക്കെ, ബിക്കോസ് ദർ ഇസ് പിന്നെ ഓൾമോസ്റ്റ് ഇത് നമ്മുടെ എന്താണ് ഔട്ടർ സ്പേസിന്റെ ഭാഗവും കൂടെ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത്രയുമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് അല്ലെങ്കിൽ ഡിവിഷൻസ്. അത് കൃത്യമായിട്ട് പോയിന്റ്സ് എല്ലാം നോക്കിയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ആ രീതിയിൽ നോക്കാം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.